ഹലോ, വെൽക്കം ബാക്ക്. ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ലൊരു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ വ്ളോഗിൽ 2 കിഡിലൻ റെസിപ്പീസ് ഉണ്ട്. അതായത് നിങ്ങൾ ഈദൊക്കെ ആയിട്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല സിമ്പിളായിട്ടുള്ള എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന അധികം ചിലവില്ലാത്ത നല്ലൊരു പുഡിംഗ് റെസിപ്പി. അതുകൊണ്ട് അതിൻ്റെ കൂടെ നല്ലൊരു ചിക്കൻ റെസിപ്പി കൂടിയുണ്ട്. അപ്പോൾ ഇത് രണ്ടും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഇതിന് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. കാരണം അത് സെറ്റ് ആവാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ ഞാൻ ആദ്യം പുഡിംഗ് ഉണ്ടാക്കി വെക്കുക കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഒരു ഫ്രൂട്ട് പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. കിഡിലൻ ടേസ്റ്റാണ്, വെറുതെ പറയല്ല, എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതിനുണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പുഡിംഗ് ആണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു നേന്ത്രപ്പഴം, ചെറിയൊരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. മാങ്ങ മൊത്തത്തിലൊന്നും വേണ്ട. പിന്നെ ആപ്പിള് ഒരെണ്ണം എടുത്തിട്ടുണ്ട്, അത് മൊത്തത്തിൽ വേണ്ട. പിന്നെ ഉറുമാമ്പഴം, അതായത് പോംഗ്രനേറ്റ്, അതും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുന്തിരി, കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളടുത്ത് എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ എടുക്കാം. പിന്നെ ഓറഞ്ച് അതുപോലത്തെ ഫ്രൂട്ട്സ് ഒന്നും വേണ്ട കേട്ടോ ഇതിലേക്ക്. അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ പുളിയുള്ള ടൈപ്പ് ഫ്രൂട്ട്സ് ഒന്നും എടുക്കണ്ട. നമ്മൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന ഫ്രൂട്ട്സൊക്കെ എടുത്തോളൂ. ഓറഞ്ച് എടുക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്യാം കേട്ടോ. വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യരുത്. അപ്പോൾ ഞാൻ പഴം ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പഴമൊക്കെ ഇതിലേക്ക് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുമ്പം പഴം ചേർക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റിലാണ് ഈ ഒരു പുഡിംഗ് വരുന്നത് കേട്ടോ. പിന്നെ ആപ്പിളിൻ്റെ ഞാൻ തൊലി കളഞ്ഞിട്ടില്ല. നന്നായിട്ട് കഴുകിയിട്ട് തൊലിയോട് കൂടിയിട്ടാണ് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യുന്നത്. ഒരു ആപ്പിളിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതും ചെറിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്യുക. വലിയ വലിയ പീസാക്കിയിട്ട് ഇടരുത്. പുഡിങ് കാണാനൊരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ അത് ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പുഡിങ്ങിൻ്റെ പാത്രത്തിൻ്റെ സൈസിനനുസരിച്ചിട്ടുള്ള ഫ്രൂട്ട്സാണ് എടുക്കേണ്ടത് കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. എൻ്റെ പുഡിങ്ങിൻ്റെ പാത്രം കുറച്ച് ചെറുതാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്രയും ഫ്രൂട്ട്സ് എടുക്കുന്നുള്ളൂ. പിന്നെ മാങ്ങ ഒരു പകുതി ഭാഗം എടുത്തിട്ടുള്ളൂ. തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി പോംഗ്രനേറ്റ്, അതായത് അനാറ്, ഉറുമാമ്പഴം എന്നൊക്കെ പറയുന്ന അത് ഇങ്ങനെ സീഡായിട്ട് ഇട്ട് കൊടുക്കുക. അതും കുറച്ച് ഞാൻ എടുത്തിട്ടുള്ളൂ, ഒരുപാടൊന്നും എടുത്തിട്ടില്ല. കൂടുതൽ എടുക്കേണ്ടത് മാങ്ങ, ആപ്പിള്, പഴം അതൊക്കെ കേട്ടോ. മുന്തിരി ഇതുപോലെ ഒരെണ്ണം എടുത്തിട്ട് പകുതിയായി കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്നാകെ ഇട്ട് കൊടുക്കണ്ട, പകുതി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് ഫ്രൂട്ട്സ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. പപ്പായ ഉണ്ടെങ്കിൽ പപ്പായ ഇട്ട് കൊടുക്കുക, പഴുത്ത പപ്പായ കേട്ടോ. ഇനി ഇതിലേക്ക് ഈ കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമേ ചേർക്കാനുള്ളൂ, വേറെ ഒന്നും ചേർക്കണ്ട. തേങ്ങാപ്പാലും കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർക്കാം, പക്ഷേ അത് ചേർക്കുമ്പം കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പം ലൂസായിട്ട് വരും. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കണ്ട, കാരണം ഇനിയും നമ്മൾ മധുരം ഇതിലേക്ക് ചേർക്കാനുണ്ട്, വേറെ മധുരം ചേർക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഇങ്ങനെ കുഴഞ്ഞു വരുന്ന ആ ഒരു പരുവത്തിലാവുന്ന രീതിയിലുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുക. അപ്പോൾ എത്രയാണോ ഫ്രൂട്ട്സ് എടുക്കുന്നത് അതിനനുസരിച്ചുള്ള കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് ഞാൻ ഈ ഒരു പുഡിങ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതിനനുസരിച്ചിട്ടുള്ള ഫ്രൂട്ട്സാണ് ഞാനിവിടെ എടുക്കുന്നത്. അപ്പോൾ നമ്മളിതാ കുറേ കണ്ടൻസ്ഡ് മിൽക്ക് എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം പോലായിട്ട് വരും. അങ്ങനെ വെള്ളം പോലെ ആവരുത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഒരുപാട് കണ്ടൻസ്ഡ് മിൽക്ക് വേണ്ട. എന്നിട്ട് ഇത് ഈ പാത്രത്തിൻ്റെ അടിഭാഗത്ത് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യണം. അതായത് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. അങ്ങനെ കട്ടിയിൽ കിടക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ താഴെ അടച്ച് വയ്ക്കുക. ഒരു പാത്രം കൊണ്ടൊന്ന് അടച്ച് വയ്ക്കുക. ഇതൊന്ന് നന്നായിട്ട് സെറ്റ് ആവണം. ഒന്ന് കട്ടിയായിട്ട് നല്ല തണുപ്പ് വേണം. എന്നിട്ട് വേണം നമുക്ക് അടുത്തത് ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്കിതിലേക്കുള്ളൊരു പുഡിങ്ങിൻ്റെ മിക്സ്ചർ ഒന്ന് റെഡിയാക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു കപ്പും കുറച്ചുകൂടെ തേങ്ങയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. തേങ്ങയുടെ വെള്ളം എനിക്കിപ്പോൾ എന്നും ഇവിടെ കിട്ടാനുള്ള ചാൻസ് ഒന്നുമില്ല, കാരണം ഞാൻ തേങ്ങ ചിരവിയതാണല്ലോ വാങ്ങിക്കാറ്. അപ്പം ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയിട്ട് താഴെ ഗ്രോസറിയിൽ തേങ്ങ ചിരവിയത് അവർ ഫ്രഷായിട്ട് ചിരവി തരുന്നുണ്ട്. അപ്പം അവിടുന്ന് അവരോട് തേങ്ങ പൊട്ടിക്കുമ്പോൾ കുറച്ച് തേങ്ങയുടെ വെള്ളം കൂടി സ്റ്റോക്ക് എടുത്ത് വയ്ക്കാൻ പറയുമ്പോൾ അങ്ങനെ എനിക്കിത് കിട്ടിയത് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് തേങ്ങയുടെ വെള്ളം കിട്ടുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. തേങ്ങയുടെ വെള്ളം അധികം മധുരമില്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കാം. അതിൻ്റെ കൂടെ തന്നെ വെക്കണം. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ, 1/4 കപ്പ് വേണ്ട, ഒരു 1/2 കപ്പ് വെള്ളത്തിൽ ഒരു 3 ഗ്രാം ചൈന ഗ്രാസ്, അതായത് ഇത്രയേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ചൈന ഗ്രാസ് എന്ന് പറയുമ്പോൾ
അറിയാത്തവർക്കാണ് പറയുന്നത്. ഇതുപോലെ ഇങ്ങനെ സ്ട്രിപ്സ് ആയിട്ട് കിട്ടുന്നൊരു സംഭവമാണ് ചൈന ഗ്രാസ്, അല്ലെങ്കിൽ അഗർ എന്നായിരിക്കും അതിൻ്റെ പേര്. നാട്ടിലാണെങ്കിൽ വേറൊരു പാക്കിലാണ് വരുന്നത്. ഇത് 25 ഗ്രാമിൻ്റെ ഒരു പാക്കാണ്. അപ്പം നാട്ടിൽ അതുപോലെ പാക്കിൻ്റെ ഗ്രാം അനുസരിച്ച് വേണം എടുക്കാൻ കേട്ടോ. നിങ്ങൾ ആ കട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണാം കേട്ടോ, എങ്ങനെയാണ് ചൈന ഗ്രാസ് ഗ്രാമിൽ കട്ട് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ ഇപ്പോൾ 3 ഗ്രാം എടുത്തിട്ടുള്ളൂ 1 കപ്പ് തേങ്ങാ വെള്ളത്തിലേക്ക്. അപ്പോൾ തേങ്ങാ വെള്ളം അതപ്പോൾ പഞ്ചസാരയും കൂടി നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്, ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചൈന ഗ്രാസ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ തെളിഞ്ഞ പോലെ വെള്ളം പോലെ ആയിട്ട് വരണം. എന്നിട്ട് വേണം നമ്മൾ അരിപ്പയിലൂടെ ഇത് വേറെ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരുപാട് ഈ ചൈന ഗ്രാസ് എടുക്കരുത് കേട്ടോ. ഒരു കപ്പിലേക്ക് നമ്മൾ ഒരു 3 ഗ്രാമോളം ചൈന ഗ്രാസ്. ഇനിയിപ്പോൾ ചൈന ഗ്രാസ് കുറച്ച് കുറഞ്ഞു പോയാലും കുഴപ്പമില്ല, കൂടി പോകരുത്. കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പുഡിങ് ഭയങ്കര കട്ടിയാവും, കട്ടിയായ ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാൻ ഏത് പുഡിങ് ഉണ്ടാക്കുമ്പോഴും പറയുന്നത് ഭയങ്കര കട്ടിയായിട്ടുണ്ടെങ്കിൽ പുഡിങ് ടേസ്റ്റ് ഉണ്ടാവില്ല. കട്ട് ചെയ്തെടുക്കുന്ന രീതിയിൽ വേണം, പക്ഷേ കുറച്ച് ക്രീമി ആയിട്ടും വേണം. അപ്പോൾ ഇതാ നമ്മുടെ ചൈന ഗ്രാസ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. വല്ലാണ്ട് നമ്മൾ തിളപ്പിച്ചെടുക്കരുത് കേട്ടോ, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് നേരം വെച്ച് തിളപ്പിക്കരുത്. അപ്പോൾ ഇനി നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഫ്രൂട്ട് നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ഫ്രൂട്ടിൻ്റെ മുകളിലേക്ക് ഒഴിക്കാൻ പറ്റില്ല, കാരണം ഇത് നല്ല ചൂടാണ്. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ചൂട് ഇങ്ങനെ ആറ്റിയെടുത്ത ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പോൾ കുറച്ചൊന്ന് ചൂടാറിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു മിക്സ്ചർ. വല്ലാണ്ട് ചൂടാറാൻ നിൽക്കരുത്, അപ്പോൾ അവിടെ ഇരുന്നിട്ട് സെറ്റായി പോവും. അപ്പം നമ്മുടെ ഈ ഫ്രൂട്ടിൻ്റെ മിക്സ്ചർ ഇപ്പം കുറച്ചൊന്ന് സെറ്റായിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഇത് കുറേശ്ശായിട്ട് ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടി ഒരുമിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ താഴെ മിക്സ്ചർ ഇളകിപ്പോരും. അത് ഇളകാത്ത രീതിയിൽ അതിനെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് പതുക്കെ മുകളിലേക്ക് ഓരോ കയ്യിൽ വീതം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു മിക്സ്ചർ നല്ല ചൂടുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കല്ല ചേർത്തിട്ടുള്ള താഴെ ഫ്രൂട്ട്സിലേക്ക്. അപ്പോൾ അത് പെട്ടെന്ന് പുറത്തേക്ക് ഇങ്ങനെ പത പോലെ പൊന്തി വരാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഒന്ന് ചൂടാറിയിട്ട് വേണം ഇത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഡെക്കറേഷൻ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ പുഡിങ്. ഇനി ബാക്കിയുള്ള ഡെക്കറേഷനാണ്. അപ്പം ഇങ്ങനെ നമ്മൾ ഫ്രൂട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിങ്ങനെ പൊങ്ങിക്കെടുക്കുന്ന പരുവത്തിലാവണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒഴിച്ച പാടന്നെ ആ ഒരു തേങ്ങാവെള്ളം ഒഴിച്ച പാടന്നെ ഇട്ട് കൊടുക്കേണ്ട. ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇതുപോലെ ഇങ്ങനെ ഡെക്കറേഷൻ ഇട്ട് കൊടുക്കുക എല്ലാതും. പിന്നെ ഈ തേങ്ങാവെള്ളത്തിൻ്റെ പുഡിങ് അവിടെ സെറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഇത് ഡെക്കറേഷനായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ, എന്നാലേ ഇത് അടിയിൽ പോവുള്ളൂ. അല്ലെങ്കിൽ സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിന് മുകളിലേക്ക് ഇത് കിടക്കുക, അപ്പോൾ അത് വൃത്തി ഉണ്ടാവില്ല. ഇത് അടിയിൽ കിടക്കണം, ഒരു ഗ്ലാസ് പോലെ കാണണം. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ അത് ഒന്ന് ചെറുതായിട്ടൊന്ന് സെറ്റ് ആവുന്നത് കണ്ടോ, ഈ ഒരു പരുവം ആയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു പരുവം ആയപ്പോഴേക്കും നമ്മൾ ഫ്രൂട്ടൊക്കെ ഡെക്കറേഷനായിട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ ഒരു പുഡിങ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ സെർവ് ചെയ്യാം. ഇങ്ങനെ സെർവ് ചെയ്യുമ്പോൾ താഴെയുള്ള ഒരു കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് മാത്രമേ ഇതിൽ നമുക്ക് ഒരു നല്ലൊരു ടേസ്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഞാൻ മുകളിൽ കുറച്ചുകൂടെ കണ്ടൻസ്ഡ് മിൽക്ക് ഒരു 2 സ്പൂൺ മാത്രം ഒന്നിങ്ങനെ ഡെക്കറേഷനിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് സെറ്റ് ആവുന്നതിന് മുമ്പാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ഈ തേങ്ങാവെള്ളത്തിൻ്റെ പുഡിങ് സെറ്റായിട്ടില്ല, എന്നാൽ ചെറുതായിട്ട് സെറ്റായിട്ടുണ്ട്, വല്ലാണ്ട് ഉറച്ചിട്ടില്ല. അതിന് മുമ്പേ നമ്മളിതിങ്ങനെ ചെയ്യണം. അപ്പോൾ ഇതിങ്ങനെ താഴേക്ക് ഇറങ്ങിപ്പോകും ഈ കണ്ടൻസ്ഡ് മിൽക്ക്. അപ്പം ഞാനിപ്പോൾ 2 ടീസ്പൂൺ മാത്രമേ ഇത് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒരുപാട് മധുരം വേണ്ട. നമ്മൾ തേങ്ങാവെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, താഴെയുള്ള ഫ്രൂട്ട്സിലൊക്കെ മധുരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് മധുരം വേണ്ട. അപ്പോൾ ഇതാ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊന്ന് സെറ്റായി കിട്ടാനുള്ളൂ. അപ്പോൾ ഇത് സെറ്റാകാൻ വേണ്ടി നമ്മൾ ഫ്രിഡ്ജിലൊരു 2 മണിക്കൂറൊക്കെ ഒന്ന് വയ്ക്കുക. അപ്പോഴേക്കും ഇത് സെറ്റാവും. പിന്നെ നല്ല തണുപ്പായിട്ട് കഴിക്കണമായിരിക്കും ടേസ്റ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 2-3 മണിക്കൂർ ഒന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ അതിന് താഴ്ഭാഗത്ത് നമ്മുടെ ഫ്രൂട്ട് സാലഡും പിന്നെ മുകളിൽ നമ്മുടെ പുഡിങ്ങും രണ്ടും കൂടി മിക്സായിട്ടായിരിക്കും നമ്മൾ കഴിക്കുമ്പോൾ വരുന്നത്. അതുപോലെ നമ്മുടെ ഐഷാസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അതാ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. ഇപ്പം ഞാൻ ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുള്ള പുഡിങ്ങാണിത്. നന്നായിട്ട് സെറ്റായിട്ടുണ്ട്.
അപ്പം മുകളിലൊക്കെ നല്ല അടിപൊളി നല്ലൊരു ഗ്ലാസ് ലുക്കും അതിൻ്റെ കൂടെ ഒരു നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഡെക്കറേഷൻ വന്നപ്പോൾ നല്ലൊരു ലുക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അധികം ചിലവില്ലാത്ത ഒരു കിഡിലൻ പുഡിങ്ങാണ് കേട്ടോ. ഞാൻ മുമ്പ് തേങ്ങാവെള്ളം കൊണ്ടുള്ള പുഡിംഗ് റെസിപ്പീസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആ ഒരു ടേസ്റ്റിലും അതിൻ്റെ കൂടെ നമ്മൾ ഫ്രൂട്ട് സലാഡ് കഴിക്കുമ്പോഴുള്ളൊരു ടേസ്റ്റ് അത് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടുള്ള ഒരു കിഡിലൻ ടേസ്റ്റിലാണ് ഈ ഒരു പുഡിംഗ് വരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഉറപ്പാണ്. ചെറിയ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു പുഡിങ്ങാണ്. പിന്നെ ഈ ഒരു പുഡിങ്ങിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ വേണം. മുകളിൽ ചെറിയൊരു കട്ടിയായിട്ട് നമ്മുടെ തേങ്ങാവെള്ളത്തിൻ്റെ പുഡിങ്ങിൻ്റെ ഒരു ലെയറും പിന്നെ താഴെ ഇങ്ങനെ ക്രീമി ആയിട്ടുള്ളതും. അപ്പോൾ രണ്ടും കൂടി ഇങ്ങനെ കഴിക്കുമ്പോഴാണ് ആ ഒരു ശരിക്കുള്ള ടേസ്റ്റ് വരുന്നത്. പിന്നെ നമ്മളിത് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലേറ്റിലേക്കൊക്കെ മാറ്റാം. എന്നിട്ട് താഴെയുള്ള പുഡിങ്ങിൻ്റെ മിക്സ്ചർ അതായത് ഫ്രൂട്ട്സ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കും. പക്ഷേ ഇങ്ങനെ കോരി കഴിക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് വരുന്നത്. ശരിക്കും നമ്മളിതിലേക്ക് വേറെ ഒന്നും ചേർത്തിട്ടില്ലല്ലോ, കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമാണ് എക്സ്ട്രാ ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്തിട്ടുള്ളത്. എന്നാൽ പോലും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചിലവ് കുറഞ്ഞിട്ടുള്ള നല്ലൊരു പുഡിങ്ങാണ്. ഇതിന് ധൈര്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ പുഡിങ്ങൊക്കെ ഉണ്ടാക്കിയ ശേഷമാണ് ഞാൻ ഈ ഒരു പരിപാടിയിലേക്ക് തിരിഞ്ഞത്. ഇന്നലത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചീരൻ്റെ തോരൻ ഉണ്ടാക്കിയപ്പം ഇതുപോലെ വേരുള്ള ചീരയായിരുന്നു കിട്ടിയിരുന്നത്, ഫ്രഷ് ആയിട്ടുള്ള ചീര. അപ്പോൾ ഞാനത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ ഇത് ഇനി വെള്ളത്തിൽ മുളക്കോ എന്നുള്ളൊക്കെ ഡൗട്ട്സ് ഞാൻ നമ്മുടെ വ്യൂവേഴ്സിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ഇങ്ങനെ മണ്ണിൽ കുഴിച്ചിടുന്നതായിരിക്കും നല്ലതെന്ന്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ വേഗം മണ്ണൊക്കെ നന്നായിട്ട് നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇവിടെ ഭയങ്കര ചൂടല്ലേ, അപ്പോൾ ചൂടത്ത് മണ്ണൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ട് കിടക്കുമായിരുന്നു. അപ്പോൾ ഓൾറെഡി മണ്ണുള്ളതുകൊണ്ട് പിന്നെ നനച്ച് വെച്ചു. എന്നിട്ട് പിന്നെ ഇതുപോലെ വൈകിട്ടാണ് ഞാൻ അതൊന്ന് പാകുന്നത് കേട്ടോ. ഇങ്ങനെ ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തു അത് വെള്ളത്തിൽ മുളക്കാൻ ചാൻസ് ഇല്ല, ഇങ്ങനെ വെച്ചാൽ പെട്ടെന്ന് മുളക്കുന്നൊക്കെ. അപ്പോൾ പിന്നെ ആ ഒരു പരിപാടിയിലേക്ക് തിരിഞ്ഞു. ഇനി മുളക്കുകയാണെങ്കിൽ മുളക്കട്ടെ, നോക്കാമല്ലോ. അപ്പോൾ ഞാൻ ബാക്കി അപ്ഡേറ്റ്സൊക്കെ ഇനി മുളച്ച ശേഷം പറഞ്ഞുതരാം കേട്ടോ. ഇതെന്താണെന്നുള്ളത് എനിക്കും അറിയില്ല കേട്ടോ. നമ്മുടെ വ്യൂവേഴ്സ് പറഞ്ഞിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിതുവരെ ഇങ്ങനെ ഈ ചീരയുടെ തണ്ട് ഇങ്ങനെ കുഴിച്ചിട്ടിട്ടില്ല. നമ്മൾ ചീര വിത്ത് പാകാറാണല്ലോ. അപ്പോൾ വിത്ത് പാകി മുളച്ച് വരുമ്പോഴേക്കും ഇപ്പോൾ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ചീരമ്മൽ ഒന്നും മെനക്കെടാത്തത്, ഇങ്ങനെ വാങ്ങിക്കാറുള്ളൂ പുറത്തുനിന്ന്. പിന്നെ ഇവിടെ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഈ ചൂടത്ത് ഇത് ഉണ്ടാവാൻ ചാൻസ് ഇല്ലെന്നാണ് ഇക്ക പറയുന്നത്. അപ്പോൾ എന്നും നനച്ചു കൊടുത്തിട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ, അങ്ങനത്തെ രീതിയിലാണ് ഇപ്പോൾ ഞാൻ കുഴിച്ചിടുന്നത് കേട്ടോ. അപ്പോൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ഏതെങ്കിലും വ്ളോഗിൽ ഞാനത് ഷെയർ ചെയ്യാം. ഇതുപോലെ ഞാൻ സ്പ്രിംഗ് ഓണിയൻ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതും അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. സ്പ്രിംഗ് ഓണിയൻ കൊണ്ടുവന്ന പാടന്നെ അത് നമ്മൾ മുകളിലുള്ള ഭാഗം, ആ പച്ച കളറുള്ള ഭാഗം എടുത്തിട്ട് ബാക്കി ഞാൻ വെള്ളത്തിൽ ഇട്ട് വയ്ക്കും. 2 ദിവസം കൂടുമ്പോൾ വെള്ളം മാറ്റി കൊടുത്താൽ മതി, അടുത്തത് കിളിർത്ത് വരും അവിടെ. അപ്പോൾ അങ്ങനെ ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് വെള്ളത്തിലിട്ട് വെച്ചത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചീര പാകിയിട്ടുണ്ട്. ഇനി എന്താവുമോ എന്നുള്ളത് നെക്സ്റ്റ് വ്ളോഗിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വൈകിട്ടേക്കുള്ള ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ റെഡിയാക്കുന്നത്. അപ്പോൾ ഇന്ന് ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്, മെയിനായിട്ട് ഒരു നാടൻ ചിക്കൻ കറി കേട്ടോ. അപ്പോൾ നാടൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നാടൻ പാത്രം തന്നെ എടുത്തിട്ടുള്ളത്. ഇത് ഇരുമ്പിൻ്റെ ചട്ടിയാണ്, ഇരുമ്പിൻ്റെ പാത്രമാണ്, കാസ്റ്റ് അയൺ പാനാണ്. അപ്പോൾ ഇത് ഞാൻ മുമ്പ് ഒരു വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കിയിരുന്നല്ലോ ഇതിൽ. അപ്പം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ നിന്ന് വാങ്ങിച്ചാന്ന്. ഇത് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിരുന്ന പാത്രമാണ്, ന്യൂട്രിയോൺ ബ്രാൻഡാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റിവ്യൂ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഇതൊക്കെ കിട്ടും, ഡീറ്റെയിൽസ് കിട്ടും. അപ്പം പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് റോ സ്പൈസസും കൂടി ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. ചെറിയ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. ഈ ഇരുമ്പിൻ്റെ ചട്ടിയിൽ എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് കേട്ടോ, വെറുതെ പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അടുത്താണ് ഇപ്പോൾ ഇതിങ്ങനെ യൂസ് ചെയ്യാൻ തുടങ്ങി. കഴുകാൻ കുറച്ച് പാടാണ്, നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 3 വലിയൊരു മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ട്. ചെറിയ സവോള ആണെങ്കിൽ 4 എടുക്കുക. നല്ല കനം കുറച്ചിട്ട് അരിയാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ചേർത്ത സംഭവങ്ങളൊക്കെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം വേണം സവോള ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഈ സവോള നന്നായിട്ട് വഴണ്ട് വരണം. എല്ലാവർക്കും നല്ല ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിയുന്നുണ്ടാവും, പക്ഷേ പലരും പല രീതിയിലുമാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇതൊരു നാടൻ കറിയാണ് കേട്ടോ. അപ്പം അതിനനുസരിച്ചിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് നേരം അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. സവോള ഇപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനിയും സവോള നന്നായിട്ട് വഴണ്ട് വരണം. അപ്പോൾ അതിന് മുമ്പ് നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ജീരകം, ഇത് 3ഉം കൂടി കുറച്ച് വെള്ളത്തിൽ നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കുക. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഈ സവോള ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വന്നിട്ട് വേണം ഇത് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറും വേണം കേട്ടോ. നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തുള്ള ഇഞ്ചി വെളുത്തുള്ളി വലിയ ജീരകത്തിൻ്റെ പേസ്റ്റിൻ്റെ ആ ഒരു പച്ചമണം മാറിയിട്ട് വേണം ബാക്കിയൊക്കെ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പം അതിൻ്റെ ഒരു പച്ചമണം മാറിയ ശേഷമാണ് ഞാനിതിലേക്ക് തക്കാളി ചേർക്കുന്നത് കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഉടനെ തക്കാളി ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പച്ചമണം മാറില്ല. അപ്പം ഈ ചിക്കൻ കറിക്ക് മൊത്തത്തിൽ വേറൊരു ടേസ്റ്റ് ആവും. തക്കാളി ഞാനൊരു 4 ഉള്ളിയിലേക്ക് 2 തക്കാളി അങ്ങനെയാണ് എടുക്കേണ്ടത് കേട്ടോ. 3 വലിയ ഉള്ളിയാണെങ്കിൽ 2 മീഡിയം സൈസ് അല്ലെങ്കിൽ ചെറിയ തക്കാളിയാണ് എടുക്കേണ്ടത്. അപ്പോൾ തക്കാളി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം അത് വല്ലാണ്ട് ഉടയാൻ നിൽക്കണ്ട. അപ്പോഴേക്ക് ഞാൻ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ. ഇത് 3ഉം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ ഈ മസാലയും തക്കാളിയും ഒക്കെ നന്നായിട്ട് ഉടഞ്ഞു വരുന്ന രീതിയിൽ വേണം ഈ ഒരു ഇത് കിട്ടാൻ നമുക്ക്. അതുവരേക്കും ഇത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. പലരും ഇതൊക്കെ റെഡി ആവുന്നതിന് മുമ്പ് തന്നെ ചിക്കൻ ചേർത്ത് കൊടുക്കും. അപ്പോൾ ഈ കറിയുടെ ടേസ്റ്റ് പെട്ടെന്ന് മാറും. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വഴണ്ട് വന്ന് ആ ഒരു നല്ലൊരു ടേസ്റ്റിൽ വന്ന ശേഷം മാത്രമേ നമ്മളിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുകയുള്ളൂ. നാടൻ ചിക്കൻ കറിയിൽ കേട്ടോ. കുക്കറിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളെല്ലാം കൂടി ഒരുമിച്ച് ഉണ്ടാക്കാറാണ്. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി മല്ലിയില പുതിനയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ മുകളിൽ ഇങ്ങനെ ചെറിയതായിട്ട് ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുന്ന പോലെ തോന്നും. അപ്പോൾ ആ പരുവത്തിലാണ് നമുക്ക് ഈ ഒരു മസാല വേണ്ടത്. എന്നിട്ട് നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. 1 കിലോ ചിക്കന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉള്ളതാണിത്. നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മസാല ഈ ചിക്കനിൽ നന്നായിട്ട് കോട്ടാവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൽ വെള്ളമൊന്നും ഇപ്പോൾ ഒഴിച്ചു കൊടുക്കരുത്. ഇത് അടച്ച് വെക്കുക. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം പുറത്തേക്ക് വരും ചിക്കനിന്. അപ്പോൾ അതുവരേക്കും നമ്മളിത് അടച്ച് വെക്കണം. അപ്പോൾ കുറച്ചൊന്ന് ചൂടായപ്പോഴേക്കും ഇത്രയും വെള്ളം വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും വേണം കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ വേണ്ടി വരുന്നില്ല. അപ്പോൾ ഉപ്പൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പാകത്തിന് എടുക്കുക. അപ്പോൾ വീണ്ടും ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇത് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത്രയും വെള്ളം പുറത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ ഇത്രയും വെള്ളം വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങനെ ഈ വെള്ളം വന്നിട്ട് നമ്മൾ ചിക്കൻ കുക്കാവാണ്ട് നമ്മൾ ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുമല്ലോ. അങ്ങനെ വരുമ്പോഴാണ് കറിക്കൊരു ടേസ്റ്റ് വരാത്തത്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് എത്രയാണോ കറി വേണ്ടത്, ഒരുപാട് വെള്ളം ഒഴിക്കരുത്. അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വയ്ക്കുക. എന്നിട്ട് കറി നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇപ്പോൾ നല്ല കറി നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ചിക്കൻ നന്നായിട്ട് വേവായിട്ട് അവിടെ ഇരുന്നിട്ട്. എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി വറുത്തിട്ട് അതിൻ്റെ മുകളിൽ വറവിട്ട് കൊടുക്കാം. പിന്നെ നമ്മളെപ്പോഴും ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഇത് നല്ല കളറിലുണ്ടാവും ചിക്കൻ കറി കുറച്ച് കഴിഞ്ഞാൽ. അതുപോലെ ചിക്കനിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കണമെങ്കിൽ കറി ഉണ്ടാക്കിയ പാട് നമ്മൾ കഴിക്കരുത്. കറി ഉണ്ടാക്കിയ പാട് ഇതുപോലെ ഇങ്ങനെ വറവിട്ട് കൊടുത്ത ശേഷം അടച്ച് വെക്കുക. എന്നിട്ട് ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞ ശേഷം വേണം കഴിക്കാൻ. അപ്പോൾ കറിയൊക്കെ ചെറുതായിട്ടൊന്ന് കുറുകി വരും. ചിക്കനിലൊക്കെ നന്നായിട്ട് ആ മസാലയുടെ ടേസ്റ്റ് വരും. അപ്പോഴാണ് കറി ടേസ്റ്റ് വരിക. നമ്മളെപ്പോഴും പ്രഷർ കുക്കറിൽ ഒന്നാകൊണ്ട് വേഗം വിസിലടിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ സെർവ് ചെയ്യും. അപ്പോൾ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ശരിക്കും നമ്മളത് കുറച്ച് നേരം വെച്ചാലേ ആ ഒരു കറിയുടെ ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ കണ്ടോ, ഈ കറിയുടെ കളറ് കണ്ടോ, നമ്മൾ നേരത്തെ കണ്ട കളറല്ല. കാരണം ഈ ഒരു കളറിൽ വരണമെങ്കിൽ കുറച്ച് നേരം നമ്മൾ എടുത്ത് വെക്കണം. പിന്നെ കുറച്ച് വീഡിയോ എൻ്റെ അടുത്ത് മിസ്സായിപ്പോയി. പൊറോട്ടയും കറിയും കഴിക്കുന്ന വീഡിയോ എൻ്റെ അടുത്ത് ചെറുതായിട്ട് മിസ്സായിപ്പോയി കേട്ടോ. പൊറോട്ടയും കറിയും പിന്നെ ചോറും സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു. തലേദിവസത്തെ ചോറും സാമ്പാറൊക്കെ. അപ്പോൾ അതായിരുന്നു ഇഫ്താറിൻ്റെ വിഭവങ്ങൾ. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം പിന്നെ റോസുൻ്റെ ചെറുതായിട്ട് രാത്രിയിലുള്ള റോസുൻ്റെ ചെറുതായിട്ടുള്ള കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതായിട്ട് വീഡിയോ എടുത്തു. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ റോസിനെ ഇടയ്ക്കൊന്ന് വീഡിയോയിൽ കാണിക്കണം എന്നൊക്കെ. പിന്നെ അതുപോലെ രാത്രിയിൽ ഇതുപോലെ ഇങ്ങനെ റീനു നോക്കാറുണ്ട്. ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഗ്ലാസ്സിലൂടെ ഇങ്ങനെ നോക്കി നിൽക്കും. പുറത്തൊന്നും ഇപ്പോൾ അധികമൊന്നും ഇറങ്ങാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറേ ആയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കണോണ്ട് അങ്ങനത്തെ ഒരു ഫീലാണ് അവർക്ക്. അപ്പോൾ അതുപോലെ ഇങ്ങനെ ഗ്ലാസ്സിൽ കുറേ നേരം ഇങ്ങനെ പുറത്ത് നോക്കിയിട്ട് എന്തൊക്കെയോ പറയും അവർ രണ്ടുപേരും കൂടി.
അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല നാടൻ ചിക്കൻ കറിയുടെ റെസിപ്പിയും അതുപോലെ തന്നെ നമ്മുടെ പുഡിംഗ് റെസിപ്പിയൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാനും മറക്കരുത്. ഈദായതുകൊണ്ട് ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു പുഡിംഗ് റെസിപ്പീസിൻ്റെ ഒക്കെ. അപ്പം പുഡിങ്ങൊക്കെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഞാൻ വേറെ കുറച്ച് പുഡിംഗ് റെസിപ്പീസിൻ്റെ ലിങ്ക്സ് ഞാൻ പിൻഡ് കമൻ്റായിട്ട് ഇടാം. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ടോ വ്ളോഗുമായിട്ടോ വീഡിയോയുമായിട്ടോ വരുന്നവരേക്കും ബൈ. താങ്ക് യു.